പത്തനമാറ്റിലാണെങ്കിൽ നാളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആദർശാണെങ്കിൽ നാഗേന്ദ്രൻ എങ്ങനെയാണ് അനന്തപുരിയിൽ നിന്ന് പുറത്തിറങ്ങിയത്, എങ്ങനെയാണ് പുറത്തായത് എന്ന് ചോദിക്കുന്നത് കാണാം. അങ്ങനെ സംഭവ വികാസങ്ങൾ ഓരോന്നായിട്ട് എപ്പിസോഡിൽ പുറത്തു വരികയാണ്. അതായത് മുത്തശ്ശൻ നമ്മുടെ നാഗേന്ദ്രനെ വിശ്വസിച്ച് ഒരു ആഭരണം കയ്യിലേൽപ്പിച്ചതും തുടർന്ന് നാഗേന്ദ്രൻ മുത്തശ്ശനെ ചതിച്ചതുമായ കഥ പുറത്തേക്ക് വരികയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേസമയം എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചിന്തിക്കുകയാണ് ആദർശ്. അപ്പോഴാണ് പകയുടെ പ്രതികാരത്തിൻ്റെ നാഗേന്ദ്രൻ്റെ കഥ പറയുന്നത് നമ്മുടെ ആ കൂട്ടുകാരൻ, അതായത് ആ വൃദ്ധൻ പറയുന്നത് ആദർശിനോട്. ഇതേസമയം അതറിഞ്ഞ മൂർത്തി സാറാണെങ്കിൽ നമ്മുടെ നാഗേന്ദ്രനെ കുടുംബത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. ഒടുവിൽ ജലജയെന്ന അവൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഇവനെ നിനക്ക് ഭർത്താവായി വേണമോ എന്ന്. ആ സമയം അവളും അവനെ തള്ളിപ്പറഞ്ഞു എന്നാണ് തനിക്കറിയാനായിട്ട് കഴിഞ്ഞത് എന്ന് നമ്മുടെ അദ്ദേഹം പറയുന്നുണ്ട് ആദർശിൻ്റെ അടുത്ത്. അതേസമയം ഇത്രയും വൃത്തികെട്ടവനായിരുന്നു അദ്ദേഹം നാഗേന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ, അതേ മോനെ, അവൻ എത്ര നെറികെട്ട കളികളാണ് കളിച്ചിട്ടുള്ളത് എന്ന് മോനറിയാമോ എന്ന് ചോദിക്കുന്നതും കാണാൻ സാധിക്കുന്നു. തുടർന്നുള്ള സംഭവ വികാസങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് കാണാം പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാർ.